അതെന്താ സുഭാഷിണി നീ അങ്ങനെ പറയുന്നേ? എടി ഒന്ന് വ്യക്തമായിട്ട് പറയടി. ചേച്ചി, സുധാമണിയുടെ ഭർത്താവ് മരിച്ചുപോയ കൃഷ്ണമൂർത്തി അയാൾ തിരിച്ചു വന്ന സരോജിനി ചേച്ചി. ചേച്ചിയുടെ ചെറുമോള് അപർണ മോളുടെ അമ്മായി അച്ഛൻ കൃഷ്ണമൂർത്തി മരിച്ചുപോയെന്നല്ലേ കരുതിയിരുന്നത്. അയാൾ ഇങ്ങ് തിരിച്ചു വന്നു. അയ്യോ, അതെ, അയാളിപ്പോ സുധാമണിയുടെ വീട്ടിലുണ്ട്. ഹലോ ചേച്ചി, സരോജിനി ചേച്ചി. അയ്യോ സുഭാഷിണി, നീ ഇത് ബോധത്തോടു കൂടിയാണോ പറയുന്നേ? എന്റെ ഈശ്വര ദൈവമേ, ഞാനിത് എന്തൊക്കെയാ കേൾക്കുന്നേ? എന്റെ ചേച്ചി, ഈ കൃഷ്ണമൂർത്തിയെ പോലൊരു വൃത്തികെട്ടവൻ ഈ ഏരിയയിലില്ലായിരുന്നു. അയാള് ചത്തപ്പോ ഞങ്ങളിവിടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചത്. കോളനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമായിട്ട് ലഡ്ഡു വിതരണവും പടക്കം പൊട്ടിക്കലും ഒക്കെ നടത്തി. പക്ഷെ ഇപ്പത് അയാൾ തിരിച്ചു വന്നിരിക്കുന്ന ചേച്ചി. സുഭാഷിണി, ഞാൻ ദേ ഇപ്പൊ അങ്ങോട്ട് വരാൻ പോവാ. അയ്യോ വേണ്ട ചേച്ചി, വേണ്ട വേണ്ട. ദേ, കൃഷ്ണമൂർത്തിക്ക് പെണ്ണുങ്ങൾക്ക് ഇന്ന പ്രായം തന്നെ വേണമെന്നൊന്നുമില്ല. അയ്യോ ചേച്ചി അയാളുടെ മുന്നിലൊന്നും ചെന്ന് പെടല്ലേ. അയ്യോ എന്റെ ദൈവമേ, ഇത്രയും വൃത്തികെട്ടവൻ താമസിക്കുന്നിടത്താണോ എന്റെ അപ്പമോള് താമസിക്കുന്നേ? എന്റെ ഈശ്വര ഭഗവാനെ മഹാദേവ, ഇത് കേട്ടിട്ട് തന്നെ എന്റെ നെഞ്ചു തകർന്നു പോന്നു. എന്റെ ചേച്ചി, ചേച്ചിയുടെ ചെറുമോളെ ഈ നരകത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോ ചേച്ചി. ഇനി എന്ത് ചെയ്യും? പിന്നെ ചേച്ചി, ഒരു കാര്യം കൂടി. അതെ, സുധാമണി ഇപ്പൊ പഴയ ആളൊന്നുമല്ല. അയാള് വന്നതോടെ സുധാമണിക്കൊരു ബലമൊക്കെ ആയിട്ടുണ്ട്. ആണോ? ഇനിയിപ്പോ അപർണമോളുടെ വീട്ടുകാർക്ക് പഴയതുപോലെ അധികാരം എടുക്കാനോ സുധാമണിയെ വരട്ടാനോ പറ്റും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇത്രയും ദിവസം നമ്മൾ ആരെയും തിരിഞ്ഞു നോക്കാത്ത ആളാ. എനിക്ക് ഓർമ്മയുണ്ട്, കുഞ്ഞുനാളിൽ എത്ര തല്ല, ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് കൊണ്ടിട്ടുള്ളത്. അമ്മയെ തല്ലുന്നത് ഇപ്പോഴും എന്റെ കണ്ണുകളിലുണ്ട്. ഒരു ദിവസം എവിടേക്കോ ഇറങ്ങിപ്പോയിട്ട് മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവസാനം കയറി വന്നിരിക്കുന്നു. അമ്മയെ ഏട്ടനെ അപർണേച്ചിയെ വേണം പറയാൻ. നിങ്ങൾ എന്തിനാ കൂട്ടിക്കൊണ്ടുവന്നത്? നോക്കു സാറ്, നമ്മളുടെ കുടുംബം ഒരു നിർണായക സമയത്തിലൂടെയാ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരസ്പരം തർക്കമോ വെല്ലുവിളിയോ ഒന്നുമല്ല, ഒരുമിച്ച് നിൽക്കല ആവശ്യം. അമ്മയും ഞാനും ബാലുവും ആശുപത്രിയില് ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു. അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് നമ്മള് പറയുകയും അദ്ദേഹം ബലമായിട്ട് ഇങ്ങോട്ട് ഇടിച്ചു കയറി വരികയും ചെയ്താ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അല്ല,
ചേടാ, ഇവര് വിഗ്രഹം ഉണ്ടാക്കി വെച്ച് പ്രതിഷ്ഠിച്ച് തൊഴാൻ പോയതായിരിക്കും. എത്ര നേരമായി തൊഴാൻ പോയിട്ട്, കുറെ അമ്പലവാസികള്. ഓ, എഴുന്നള്ളി വരുന്നുണ്ട്. ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. ആ മഹേഷേ, എന്താ അമ്മേ, എന്താ ടെൻഷൻ, എന്താ ഒരു വെപ്രാളം? ഒന്നുമില്ല മക്കളെ. ഈ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. അയ്യോ, അതിന്റെ ഒരു വെപ്രാളമാ. ഉക്രൈനോ? അമ്മ എന്തോ ഈ പറയുന്നേ? അയ്യോ മോളെ, നമ്മള് തീർന്നു. എന്നാലും നമ്മുടെ കുടുംബത്തിന് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. അപ്പുമോളുടെ തലയിലെഴുത്ത് ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ ദൈവമേ. കാര്യം എന്തോ അമ്മേ, അത് പറയേ. ആ സുധാമണി ഇത്രയും വലിയ കള്ളിയാണെന്ന് അറിഞ്ഞില്ലല്ലോ മോളെ നമ്മള്. കാര്യം പറയാം അമ്മേ. മഹേഷേ, ഞാൻ കാര്യം പറയാം. ഞാൻ പറയുന്നതിനിടയ്ക്ക് നീ വേദാന്തം പറഞ്ഞോണ്ട് വരരുത്. എന്താ അമ്മേ? മക്കളെ, ആ സുധാമണിയുടെ ഭർത്താവ് കൃഷ്ണമൂർത്തി, അയാള് മരിച്ചുപോയി എന്നല്ലേ നമ്മളോടൊക്കെ പറഞ്ഞിരുന്നത്? അതെ. അതിന്? യോ, അയാള് മരിച്ചിട്ടില്ല മോളെ. എന്താ അമ്മേ? കോളനിന്ന് എനിക്കിപ്പൊ ന്യൂസ് കിട്ടി. ആ കൃഷ്ണമൂർത്തി മരിച്ചിട്ടില്ല. അയാള് സുധാമണിയുടെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഇഷ്യൂ ആണിത്. ഇപ്പൊ ചാടിപ്പാഞ്ഞ് അങ്ങോട്ട് പോകുന്നത് മണ്ടത്തരമായിരിക്കും. എന്ത് മണ്ടത്തരമെന്നാ മഹേഷ് പറയുന്നേ? ആദ്യം നിങ്ങൾ രണ്ടുപേരും എന്നെ ഒന്ന് വിശ്വസിക്കണം. ഈ കാര്യം ഞാൻ വളരെ ഗൗരവത്തോടുകൂടിയാ കാണുന്നത്. ഇന്നുവരെ ഞാൻ സുധാമണി ന്യായീകരിച്ചൊക്കെ തന്നെയാ നിന്നിട്ടുള്ളത്. പക്ഷേ ഇതെനിക്കൊരു ഷോക്കായിപ്പോയി. എനിക്കും. എന്തായാലും നമ്മൾ നാളെ അങ്ങോട്ടേക്കൊന്ന് പോകുന്നു. നാളെയോ? എന്റെ പൊന്ന് മഹേഷേ, ഈ നിമിഷം നമുക്ക് ഇവിടുന്ന് പോണം. ചെന്ന് അപ്പൂനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം. നോ, എടുത്തുചാട്ടം അല്ല ഇവിടെ വേണ്ടത്. നമ്മൾ സെൻസോടെ വേണം ഇവിടെ പ്രവർത്തിക്കാൻ. അപർണ ആ കോഫി കുടിക്കുന്നു. മയക്കുമരുന്നിന്റെ ശക്തിയിൽ അവൾ മയങ്ങി വീഴുന്നു. ഞാൻ അവളെ താങ്ങിപ്പിടിക്കും. ആ നിമിഷത്തിലാ എനിക്ക് തന്റെ സഹായം വേണ്ടത്. എന്ത് സഹായം? അവൾ എന്റെ ദേഹത്ത് വീഴുമ്പോ ഏതാണ്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രീതിയിലായിരിക്കും. അതിന്റെ ഫോട്ടോയും വീഡിയോയും താൻ എടുക്കണം. എടുക്കാൻ സാറേ. ആ ഫോട്ടോ കണ്ട ഞാനും അവളും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതിനെ തോന്നാവുള്ളൂ. ഏറ്റു സാറേ. ഈ രീതി ഫോട്ടോ എടുക്കാനേ ഞാൻ കാലന തകർക്കാം സാർ. ഓക്കെ. അപ്പൊ താൻ തന്റെ മൊബൈൽ ഫോണിന്റെ ക്യാമറയൊക്കെ നല്ല പക്കയാക്കി വെച്ചോ. ഏറ്റു സാറേ, അത് പക്കയാ. ഞാൻ അവളെ ഒന്ന് വിളിക്കാം. ചുമ്മാ ബാലുനൊരു ടെൻഷൻ കൊടുക്കാൻ. ഇങ്ങനെ ടെൻഷൻ കൊടുത്ത് കൊടുത്ത് അവന്റെ നെഞ്ച് പൊട്ടിക്കണം. ആ കവറിലുണ്ട്. അമ്മേ, ഞാൻ കൊടുക്കാം. ഇതാണോ? അത് തന്നെ. പക്ഷേ എനിക്കിനി മരുന്നും മന്ത്രമൊന്നും വേണ്ട. തീരട്ടെ മോളെ. ഈ ഭാവി എത്രയും പെട്ടെന്ന് ഒടുങ്ങട്ടെ. പക്ഷേ ഇവിടെ കിടന്നുടങ്ങിയാൽ ഞങ്ങൾക്കാ പ്രശ്നം. സാഗർ, ഞാനിവിടെ ഇരുന്നാലേ പലരും പറഞ്ഞു. മോനെ, ഓ, എന്താ അച്ഛാ? മതി. പരിഹസിച്ചാണ് വിളിച്ചതെങ്കിലും നിന്റെ നാവ് കൊണ്ട് എന്നെ അച്ഛാന്ന് വിളിക്കുന്നത് കേട്ടല്ലോ, അത് മതി. ഓ, സമ്മതിച്ചു. നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? അതൊക്കെയുണ്ട്. അച്ഛാ, എന്താ ഇത്? ഏട്ടൻ തരുന്ന പോക്കറ്റ് മണി എന്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛനൊരു ഷർട്ട് വാങ്ങി.
എന്താന്നറിയില്ല, ഭയങ്കര തുമ്മല്. ഞാനിവിടെ ഇന്നാലേ ഇനി തുമ്മൽ കൂടും. ഇത്രയും ഭംഗിയുള്ള ഒരു ഉടുപ്പ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി ഇവിടെ ഇന്നാലേ ശരിയാവില്ല. അച്ഛാ, ഈ ഗുളിക കഴി. എന്റെ പൊന്നുമോള് തരുമ്പോ ഞാനെങ്ങനെ വേണ്ടെന്ന് പറയുന്നേ? നിക്ക്. എന്റെ കാര്യം. ഹലോ അങ്കിളെ. എന്തോ അങ്കിളെ? കിരണേ, പോയ മച്ചാൻ തിരുമ്പി വന്നാച്ച്. മനസ്സിലായില്ല. ചത്തുപോയവനൊക്കെ കുഴിമാടത്തിൽ നിന്നിട്ട് തിരിച്ചു വന്നു. ജീവിച്ചിരിക്കുന്നവരെ കൊണ്ട് തന്നെ സമാധാനമില്ല. അപ്പൊ പിന്നെ ചത്തവരും കൂടി എത്തിയാലോ ആകെ ജഗ പുകയായിരിക്കും. അങ്ങും ഇങ്ങും തൊടാതെ കാര്യത്തിലേക്ക് വാ എന്റെ അങ്കിളെ. എടാ മോനെ, കാര്യങ്ങളൊന്ന് ബിൽഡപ്പ് ഇട്ട് അലങ്കാര സഹിതം പറഞ്ഞാലേ ഒരു രസവും ത്രില്ലും ഉള്ളൂ. എന്തായാലും സസ്പെൻസിൽ നിർത്തുന്നില്ല. സംഗതി എന്താണെന്ന് പറയാം. നിന്റെ വുഡ്ബിയുടെ ഇപ്പോഴത്തെ ഫാദറിലോ തിരിച്ചു വന്നിരിക്കുന്നു. എന്താ? അപർണയുടെ ഫാദറിലോ തിരിച്ചു വന്നുവെന്ന്. ബാലുവിന്റെ അച്ഛൻ കൃഷ്ണമൂർത്തി. ബാലുവിന്റെ അച്ഛൻ തിരിച്ചു വന്നുണ്ടോ? അതെങ്ങനെ തിരിച്ചു വരും? അയാൾ മരിച്ചു പോയില്ലേ? ഫോട്ടോയിൽ മാലയും കയറിയതല്ലേ? ഫോട്ടോന്ന് മാല മാറിയിടാൻ അച്ഛൻ തിരിച്ചു വന്നു. കോളനിന്ന് കൃത്യമായ അറിവ് കിട്ടി. നാളെ ഞങ്ങൾ അങ്ങോട്ട് പോവുക. ആ കള്ളനെയും ആ കള്ളി സുധാമണിയെയും കയ്യോടെ പിടിക്കും. ആ, അയാൾ എവിടെയായിരുന്നു? അപ്പോ മരിച്ചെന്നൊക്കെ പറഞ്ഞത് വെറുതെ ആയിരുന്നു? സംഗതി എങ്ങനെയാണെങ്കിലും നമുക്ക് ഗുണമായി വന്നടാ. മഹേഷളിയൻ ആദ്യമായി ഒരു കാര്യത്തിനായി മുന്നോട്ടിറങ്ങിയിരിക്കുക. ആണോ? ആ, വിരുന്നു പോകുന്നു എന്ന ഭാവത്തില് നാളെ ഞങ്ങൾ കോളനിയിൽ ചെല്ലാൻ തീരുമാനിച്ചു. ആ, യാമിനി ഇന്ന് രാത്രി അവളെ വിളിച്ച് പറയും നാളെ ഞങ്ങൾ വരുന്നു. നാളെ എന്തായാലും അവിടെ ചില സംഭവങ്ങൾ നടക്കും. അപർണയെ നാളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. അങ്കിളെ, അങ്ങനാണെങ്കിൽ ഞാനും ഈ കൃഷ്ണമൂർത്തിയുടെ പിറകെ ഒന്ന് സഞ്ചരിക്കാൻ പോവാ. അത് കൊള്ളാം. ഇയാൾ എവിടെയായിരുന്നു? ഇതുവരെ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഇതൊക്കെ ഞാൻ പൊക്കും. ഉം. നമുക്ക് കിട്ടിയിരിക്കുന്ന തുറുപ്പുചീട്ട അങ്കിളെ ഈ കൃഷ്ണമൂർത്തി. ഒരു വമ്പൻ ക്രിമിനൽ പശ്ചാത്തലം ഇയാൾക്കുണ്ടെന്ന ആദ്യം കിട്ടുന്ന വാർത്തകൾ. ഉം, എന്തായാലും സകല രഹസ്യങ്ങളും നമുക്ക് തോണ്ടി പുറത്തെടുക്കണം. അപ്പൊ ഈ കൃഷ്ണമൂർത്തി കാരണമാണ് അവർ ലീവ് എടുത്ത് വരാതിരുന്നത്. ഹ്, എന്നിട്ട് ആശുപത്രിയിൽ ആരെ കാണാൻ പോകുന്നെന്നോ പോയെന്നോ ഒക്കെയാ വിളിച്ചു പറഞ്ഞത്. ചിലപ്പോ ഇയാളെ ആയിരിക്കും കാണാൻ പോയത്. എന്തായാലും കിരണേ, നീ ഒരു ഭാഗത്തുനിന്ന് കുഴിച്ചു തുടങ്ങിക്കോ. മറുഭാഗത്തുനിന്ന് ഞങ്ങളും കുഴിക്കാം. ഉം, ഒടുവിൽ അപർണ ഒഴികെ ബാക്കി അവിടെയുള്ള എല്ലാവരെയും ആ കുഴിയിലിട്ട് മൂടാം. ഓക്കെ അങ്കിളെ.
ഞാൻ ഒരു കാര്യം പറയട്ടെ അപ്പു. എന്താ ബാലു? നമ്മുടെ കുടുംബത്തില് എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിക്കാനായിട്ട് പോവുക. എന്താ ബാലു ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇല്ലാതെ അച്ഛൻ ഇങ്ങോട്ട് വന്നു. എന്തായാലും അച്ഛൻ ഈ വീട്ടിൽ താമസിച്ചാ ശരിയാവില്ല. ഒന്നാതെ നമുക്ക് തന്നെ നിന്ന് ഇരിയാൻ സ്ഥലമില്ല ഇവിടെ. അച്ഛൻ എന്തായാലും ഇവിടെ നിന്ന് മാറ്റണം. ഇങ്ങോട്ട് മാറ്റുന്ന കോളനിയില് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അടച്ചിട്ടിരിക്കുന്ന ഒരു റൂമുണ്ട്. നമുക്ക് പിള്ളയോട് ആ മുറി ഒന്ന് ചോദിച്ചു നോക്കാം. എന്നിട്ട് അച്ഛനെ അങ്ങോട്ടേക്ക് മാറ്റാം. കാര്യങ്ങളൊന്ന് വ്യക്തമാകുന്നത് വരെ അല്പം അകന്നിരിക്കുന്നത് തന്നെയാ എല്ലാവർക്കും നല്ലത്. ജയിലിൽ കിടന്നിട്ട് വരുക കൊടും ക്രിമിനൽ. എന്തൊക്കെയാ ചെയ്തു കൂട്ടിയിരിക്കുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അപ്പു, തുറന്നു പറയാലോ, ആ മുഖത്തേക്ക് നോക്കുമ്പോ എനിക്ക് പേടിയാവുക. ഇല്ലേ, തനിക്കും അങ്ങനെ തോന്നുന്നില്ലേ? ആ മുഖത്ത് ഒരു ക്രൂരൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ബാലു. എല്ലാരും അപ്സെറ്റ് ആയി പോവും. അച്ഛൻ ഇവിടെയുള്ള കാര്യം കഴിയുന്നതും ആരും അറിയാതിരിക്കണം. അതാ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരെങ്കിലും കൊന്നിട്ടാ വന്നതെന്ന് പോലും അറിയില്ല. അമ്മേ, സത്യം ഞാൻ പറയുന്നേ, ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റൂല. അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. അച്ഛൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ? ഒരെണ്ണം വെച്ചതാണ്ടല്ലോ. അയ്യോ, എന്താ എന്താ അമ്മേ? എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാനാ തോന്നുന്നു. എന്താ മീനാക്ഷി, എന്താ കാര്യം? ഹരിശ്ചന്ദ്ര മഹാരാജാവിനേക്കാൾ സത്യവാനാണത്രേ ഇവിടെ ഒച്ച. ഞാൻ മനസ്സിലാവില്ലെന്ന് വെച്ചാ അല്ലേട്ടാ. മതി, നിർത്ത്. അമ്മേ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ മോനെ? അപർണയുടെ വീട്ടിൽ നിന്ന് എല്ലാരും കൂടെ നാളെ ഇങ്ങോട്ടേക്ക് വരുവാ. അതെയോ? അയ്യോ, മോളുടെ അമ്മയും വീട്ടുകാരെ വരുമ്പോ അതെ, നമ്മുടെ പുതിയ അംഗത്തെ അവരെല്ലാരും കാണും. എല്ലാവരും കരുതിയിരിക്കുന്നത് മരിച്ചു എന്നല്ലേ. ഒന്നാതെ യാമിനി ആന്റിക്ക് നമ്മളെ ആരെയും അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ഇനി ഇതും കൂടെ അറിഞ്ഞാ നന്നായിരിക്കും. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അയാളെ അവര് കാണാൻ പാടില്ല. ശോ, ഇതൊരു കുരിശ നമ്മൾ ചുമന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അയാളെ അവര് കാണാൻ പാടില്ല. ശോ, ഇതൊരു കുരിശ നമ്മൾ ചുമന്നുകൊണ്ടിരിക്കുന്നത്. എന്താ അമ്മേ, നമ്മുടെ അച്ഛന് ഒട്ടും വില കൊടുക്കാതെ സംസാരിക്കുന്നേ? അവര് കാണട്ടെ. അപർണേച്ചിക്ക് അറിയാലോ എല്ലാം. അപർണേച്ചിയാ സന്തോഷത്തോടെ അച്ഛനെ കൂട്ടിക്കൊണ്ട് വന്നത്. അപർണേച്ചി കുഴപ്പമില്ലെങ്കിൽ പിന്നെ ആർക്ക് എന്ത് ഫീൽ ഉണ്ടേ എന്താ? മോളെ, കാര്യങ്ങൾ കുറച്ച് സീരിയസാ. മോൾ അതിനെ നിസ്സാരമായിട്ട് കാണരുത്. ഇപ്പോ ആള് നല്ല ഉറപ്പ്. രാവിലെ കാര്യങ്ങൾ പറയാം, എന്നിട്ട് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. മോളെ വീട്ടിൽ നിന്ന് അവരെല്ലാം വെറുതെ വരുന്നതാണോ അതോ? മമ്മിയാ വിളിച്ചത്. വീട് കാണാൻ വരുന്നു എന്നാ പറഞ്ഞേ. ഒരു വല്ലാത്ത അവസ്ഥയിലായി പോയല്ലോ ദേവി. അമ്മ വിഷമിക്കാതെ, നേരം വെളുക്കട്ടെ, നമുക്ക് കൂട്ടായി തീരുമാനിക്കാം. എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്?
ഉറങ്ങിയോ? ഇല്ല, ഫോണിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവിടെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു? എല്ലാം വിചാരിച്ചതിനേക്കാൾ ഓക്കെയാ. പ്ലാൻ ചെയ്തത് അതേപടി നടന്നു. ഇത്രയും സ്മൂത്തായി വീട്ടിൽ കയറി പറ്റാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയതല്ല. ഒരു ന്യൂക്ലിയർ ബോംബിനെയാണ് അവർ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് അവർക്കറിയില്ലല്ലോ. അടുത്ത നീക്കം എങ്ങനെയാ? അതും പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും. ഒരാഴ്ച കൊണ്ട് ഞാൻ എല്ലാരെയും വശത്താക്കും, അതുറപ്പാ. എന്റെ മോൾ മീനാക്ഷി എനിക്ക് വേണ്ടി ചാകും. പക്ഷേ ഇളയ മകൻ സാഗർ അവൻ എന്നെ കൊല്ലാൻ നടക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ സാഗറിനെ ലക്ഷ്യമിടുന്നത്. ബാലു അല്ലേ കുറച്ചുകൂടെ നല്ലത്? അല്ല, സാഗർ മതി. സാഗറിന്റെ ഇപ്പോഴത്തെ ഈ എതിർപ്പൊക്കെ ഞാൻ മാറ്റും. അവൻ എന്റെ കടുത്ത ആരാധകനാകും. എനിക്ക് വേണ്ടി അവൻ എന്തും ചെയ്യുന്ന തരത്തിലേക്ക് ഞാൻ കാര്യങ്ങൾ എത്തിക്കും. പിന്നെ എല്ലാം എളുപ്പമായി. ബാലുവിന് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുള്ള കഴിവുണ്ട്. തിരിച്ചറിവും കൂടും. അതുകൊണ്ട് അവൻ വേണ്ട. കാര്യമൊക്കെ ശരി. അവളോട് കൊഞ്ചാനും കൊഴയാനൊന്നും നിൽക്കരുത്. അവരുടെ കൂടെ നിന്ന് അവസാനം മനസ്സങ്ങോട്ടാകരുത്. എന്നാ ഞാനും മോളും കൂടെ അങ്ങോട്ട് വരും. അവളെ ഇനി ആർക്ക് വേണം? 24 മണിക്കൂറും അടുക്കളയും തീയും പുകയുമായി നടക്കുന്ന അവളെ കണ്ട അവൾക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ വയസ്സ് കൂടുതലായിട്ടാ തോന്നുക. മുഖത്ത് നോക്കിയിട്ട് വേണ്ടേ അടുത്തേക്ക് ചെല്ലാൻ? ഒരു പേക്കോലം. താലി കെട്ടിയ ആളല്ലേ, അങ്ങനെ അങ്ങ് തള്ളി പറയാതെ. കെട്ടിയ താലി പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത്. കാര്യങ്ങൾ ഒന്നൊന്നായി ഞാൻ നടത്തിയെടുക്കും. പിന്നീടല്ലേ നമ്മുടെ ജീവിതം തുടങ്ങാൻ പോകുന്നത്. സാഗർ എഴുന്നേറ്റം തോന്നുന്നു. പിന്നെ വിളിക്കാം. ഓക്കെ. ആരാ സംസാരിച്ചേ? എന്താ എന്താ? ആരോ സംസാരിച്ച പോലെ തോന്നി. ഞാനും കേട്ടു ആരുടെയോ സംസാരം. അതെ മൂർത്തി, എനിക്ക് ബഹളം ഉണ്ടാക്കണമെന്നൊന്നുമില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് പറയുക, ഇന്ന് 5 മണിക്ക് മുമ്പ് എല്ലാരും ഇവിടെ ഇറങ്ങിക്കോണം. നിന്റെ ഭാര്യയോട് ഞാൻ കുറെ കാലം കൊണ്ട് പറയുന്നതായത് ഓരോ പ്രാവശ്യവും അവതാ പറഞ്ഞങ്ങനെ നിൽക്കുകയായിരുന്നു. ഇനി ഒരവധിയില്ല മൂർത്തി. പിള്ളച്ച, ഞാൻ കാരണം എന്റെ ഭാര്യയുടെയും മക്കളുടെയും താമസത്തിന് പ്രശ്നമാവരുത്. 1 മാസം കഴിയുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പോകും. സാറ് പഴയ വൈരാഗ്യമൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. എന്റെ സ്വഭാവം ഒരുപാട് മാറി പിള്ള സാറേ. നിന്റെ സ്വഭാവം മാറുന്നൊന്നും എനിക്കറിയണ്ട. ഇവിടുന്ന് മാറണം. നീ സുധാമണിയും പിള്ളേരും മാറിയേ പറ്റൂ. ഇല്ലെങ്കിൽ മൂർത്തി കൃത്യം 5 മണിക്ക് ഇരുമ്പനിങ്ങോട്ട് വരുവേ. എല്ലാത്തിനും തൂത്തുവാരി കളയും. എന്നിട്ട് ചവിട്ടി കൂട്ടി ആ ഭിത്തിയിലോട്ട് അങ്ങ് ഒട്ടിക്കും. പറഞ്ഞാ നിനക്ക് മനസ്സിലാവും. എനിക്ക് ശ്വാസം ഇനി എന്റെ ഭാര്യയുടെ നീ പേടിക്കാതെ സുധാമണി. കൊടുത്താലേ ഇവരൊക്കെ പഠിക്കും. വേണ്ട, വിട്ടേക്ക് വെറുതെ.
സത്യമൂർത്തി. അപ്പോ ഇരുമ്പൻ രഘുവിനെ വിളിക്കണ്ടേ? ഏ? ഏത് ഇരുമ്പൻ? ഓഹോ, ഇരുമ്പനോ? ദേ, 1000 ഇരുമ്പന് സമമാണ് ഈ ഒരു കൃഷ്ണമൂർത്തി. മൂർത്തിയുടെ രോമത്തെ തൊടാൻ പറ്റുമോ ആ ഇരുമ്പൻ രഘുവിന്? പറ്റും. രഘുവിനെ രോമത്തിൽ തൊടാൻ പറ്റും. കാരണം രഘു എന്റെ കൂട്ടുകാരനാ. വാച്ച ഇവിടെ ഇരിക്കേ. പുറത്തൊന്നും അങ്ങനെ പോരുതെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ ആവശ്യമില്ലാതെ പോയെ? ഇങ്ങനെ ദേഷ്യപ്പെടാതെ ബാലുമോനെ, ഞാനൊന്ന് ശുദ്ധമായി ശ്വസിക്കാൻ ഇറങ്ങിയതാ. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനും. ഓ പിന്നെ ഇത് കാശ്മീരല്ലേ, കാഴ്ചകൾ കണ്ടു കിടക്കാൻ. സാഗർ വെറുതെ ഇരിക്കെ. ഞാൻ എന്തിനു വെറുതെ ഇരിക്കണം ചേച്ചി? ഇന്നലെ രാത്രി എന്നെ പീഡിപ്പിച്ചു കളഞ്ഞു. എന്ത് പേടിപ്പിച്ചു എന്നാ? ഇദ്ദേഹത്തിന് ഉറക്കമില്ലെന്നേ. എന്തോ ശബ്ദം കേട്ട് ഞാൻ ഉണർന്നപ്പോഴേ ആശാൻ ഉണർന്നിരിക്കുക. ആശാനോ? ഏട്ടാ, ഇന്നലെ നമ്മൾ സംസാരിച്ച് അവസാനിപ്പിച്ച വിഷയം ഇത്. നിങ്ങൾ തമ്മിൽ തർക്കിക്കണ്ട. ദയവ് ചെയ്തു ഇനി അധികം പുറത്തൊന്നും ഇറങ്ങി നടക്കരുത്. ഇല്ല മോനെ, ഇന്ന് വെറുതെ പുറത്തിറങ്ങിയപ്പോ നമ്മുടെ പിള്ള സാറിനെ കണ്ടു. പഴയ പരിചയക്കാരനല്ലേ. ആ, പോട്ടെ ബാലു. അച്ഛൻ പഴയ ആൾക്കാരെയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, പോട്ടെ. ആ അച്ഛാ, എന്റെ വീട്ടിൽ നിന്ന് വൈകാതെ മമ്മിയും പപ്പയൊക്കെ ഇവിടേക്ക് വരുന്നുണ്ട് വിരുന്ന് ചടങ്ങിന്. അവരൊക്കെ കരുതിയിട്ടുള്ളത് എന്റെ അച്ഛൻ മരിച്ചു പോയി എന്നൊക്കെയാ. അപ്പോ അവര് കാര്യങ്ങൾ അറിഞ്ഞ അത് ചിലപ്പോ പ്രശ്നമാവും. എന്താ ഏട്ടാ, നമുക്ക് തുറന്നു പറയാം. എന്തിനാ മറച്ചു വെക്കുന്നേ? നമ്മുടെ അച്ഛനല്ലേ, അറിയട്ടെ. ഓ അതെ, സമാധാനത്തിനുള്ള നോവൽ സമ്മാനം കിട്ടിയ ആളല്ലേ, നാട്ടുകാരറിയട്ടെ എന്ന്. സാഗർ മതി, അധികാവണ്ട. ഇവിടെ ബാലു അപർണയെല്ലാം ഉണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ. അപ്പുവിന്റെ വീട്ടുകാർ വരുമ്പോ അവരുടെ കണ്ണിപ്പെടാതെ സൂക്ഷിക്കണം. അമ്മേ, ഇവിടെ വലത്തെ ബ്ലോക്കില് ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് ഒഴിഞ്ഞു കിടക്കുകയല്ലേ. ഞാൻ പിള്ള സാറിനോട് സംസാരിക്കാം, അത് റെന്റിന് ചോദിക്കാം, എന്നിട്ട് അവിടേക്ക് മാറ്റാം. വേണ്ട മോനെ, ഞാൻ പിള്ളച്ചനോട് ചോദിക്കാം. ഞാൻ ചോദിച്ചാ പുള്ളി തരും. എന്നോട് വലിയ സ്നേഹ. ഒന്നും വേണ്ട, ഞാൻ ചോദിച്ചോളാം. അയാൾ ആവശ്യപ്പെടുന്ന വാടകയും കൊടുക്കാന്ന് പറയാം. ആ അമ്മേ, ഞാനും ബാലും കൂടെ ചെന്ന് ചോദിക്കാം. വേണ്ട മോളെ, ഞാൻ തന്നെ ചോദിച്ചോളാം. ഇന്ന് തന്നെ ചോദിക്കാം. സാറ് റൂം തരികയാണെങ്കിൽ താമസം അങ്ങോട്ടേക്ക് മാറ്റണം. അപ്പുവിന്റെ അമ്മയും അച്ഛനും വരുമ്പോ അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ആ, ഞാൻ ഒളിച്ചോളാം, ഒളിച്ചു നിന്നോളാം. മോൻ വിഷമിക്കണ്ട. അവരുടെ കണ്ണിൽപ്പെടാതെ ഞാൻ മറഞ്ഞു നിന്നോളാം. ബാലു പറഞ്ഞത് ഓർമ്മ വേണം. വെറുതെ പുറത്തിറങ്ങി ചുറ്റിത്തിരിയാൻ പാടില്ല. ആളുകൾ ഓരോന്ന് പറയാൻ കാത്തിരിക്കാം. എനിക്കറിയാം, ഇനി അഥവാ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ മര്യാദയോടെ സംസാരിക്കും. ഇന്നിപ്പോ പിള്ള സാറിനോട് സംസാരിച്ചത് സുധാമണിയും കണ്ടതല്ലേ. അമ്മേ, ഇവിടെ വലത്തെ ബ്ലോക്കില് ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് ഒഴിഞ്ഞു കിടക്കുകയല്ലേ. ഞാൻ പിള്ള സാറിനോട് സംസാരിക്കാം, അത് റെന്റിന് ചോദിക്കാം, എന്നിട്ട് അവിടേക്ക് മാറ്റാം. വേണ്ട മോനെ, ഞാൻ പിള്ളച്ചനോട് ചോദിക്കാം. ഞാൻ ചോദിച്ചാ പുള്ളി തരും. എന്നോട് വലിയ സ്നേഹ. ഒന്നും വേണ്ട, ഞാൻ ചോദിച്ചോളാം. അയാൾ ആവശ്യപ്പെടുന്ന വാടകയും കൊടുക്കാന്ന് പറയാം. ആ അമ്മേ, ഞാനും ബാലും കൂടെ ചെന്ന് ചോദിക്കാം. വേണ്ട മോളെ, ഞാൻ തന്നെ ചോദിച്ചോളാം. ഇന്ന് തന്നെ ചോദിക്കാം. സാറ് റൂം തരികയാണെങ്കിൽ താമസം അങ്ങോട്ടേക്ക് മാറ്റണം. അപ്പുവിന്റെ അമ്മയും അച്ഛനും വരുമ്പോ അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ആ, ഞാൻ ഒളിച്ചോളാം, ഒളിച്ചു നിന്നോളാം. മോൻ വിഷമിക്കണ്ട. അവരുടെ കണ്ണിൽപ്പെടാതെ ഞാൻ മറഞ്ഞു നിന്നോളാം. ബാലു പറഞ്ഞത് ഓർമ്മ വേണം. വെറുതെ പുറത്തിറങ്ങി ചുറ്റിത്തിരിയാൻ പാടില്ല. ആളുകൾ ഓരോന്ന് പറയാൻ കാത്തിരിക്കാം. എനിക്കറിയാം, ഇനി അഥവാ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ മര്യാദയോടെ സംസാരിക്കും. ഇന്നിപ്പോ പിള്ള സാറിനോട് സംസാരിച്ചത് സുധാമണിയും കണ്ടതല്ലേ.
എന്റെ സുധയുടെ കണ്ണങ്ങാനും നിറഞ്ഞാൽ ഒന്നുകൂടി തന്നെ ഞാൻ. എന്താ പിള്ളച്ച ഒന്നുമില്ല. ഒന്നുമില്ല. വെട്ടുകത്തിയൊക്കെ ആയിട്ട് ഓ അതോ അതെ, ആ കോളനിയുടെ പുറകെ നിൽക്കുന്ന മരത്തിന്റെ ഒരു ശാഖ ഇങ്ങനെ നിന്റെ പുറത്തോട്ട് കിടപ്പുണ്ട്. അതങ്ങ് വെട്ടിക്കളയാനാ. അല്ല, സുധാമണി എന്താ വന്നേ? അതല്ല പിള്ളച്ച, എനിക്കൊരു സഹായം വേണം. അയ്യോ, എന്ത് സഹായമാ സുധാമണിക്ക് വേണ്ടത്? പിള്ളച്ചനറിയാലോ, ഞങ്ങളെ വീട്ടില് ആകെ ഒരു കുഞ്ഞു മുറിയേ ഉള്ളൂ, പിന്നെ ഒരു കുഞ്ഞു റൂമും അടുക്കളയും. ഓ, അദ്ദേഹം കൂടി വന്നപ്പോ ആകെ ഞെരുക്കായി. തീരെ സ്ഥലമില്ല. അതുകൊണ്ട് അല്ല, ആ രണ്ടാമത്തെ നിലയിലെ അടച്ചിട്ടിരിക്കുന്ന മുറി ഒന്ന് വാടകയ്ക്ക് തരുമോ? ചെറിയ വാടക തരാം. പിന്നെ ആ മുറിയോ എന്റെ സുധയുടെ കണ്ണങ്ങാനും നിറഞ്ഞാൽ ഒന്നുകൂടി തന്നെ ഞാൻ. എന്താ പിള്ളച്ച? ഒന്നുമില്ല. ഒന്നുമില്ല. വെട്ടുകത്തിയൊക്കെ ആയിട്ട് ഓ അതോ അതെ, ആ കോളനിയുടെ പുറകെ നിൽക്കുന്ന മരത്തിന്റെ ഒരു ശാഖ ഇങ്ങനെ നിന്റെ പുറത്തോട്ട് കിടപ്പുണ്ട്. അതങ്ങ് വെട്ടിക്കളയാനാ. അല്ല, സുധാമണി എന്താ വന്നേ? അതല്ല പിള്ളച്ച, എനിക്കൊരു സഹായം വേണം. അയ്യോ, എന്ത് സഹായമാ സുധാമണിക്ക് വേണ്ടത്? പിള്ളച്ചനറിയാലോ, ഞങ്ങളെ വീട്ടില് ആകെ ഒരു കുഞ്ഞു മുറിയേ ഉള്ളൂ, പിന്നെ ഒരു കുഞ്ഞു റൂമും അടുക്കളയും. ഓ, അദ്ദേഹം കൂടി വന്നപ്പോ ആകെ ഞെരുക്കായി. തീരെ സ്ഥലമില്ല. അതുകൊണ്ട് അല്ല, ആ രണ്ടാമത്തെ നിലയിലെ അടച്ചിട്ടിരിക്കുന്ന മുറി ഒന്ന് വാടകയ്ക്ക് തരുമോ? ചെറിയ വാടക തരാം. പിന്നെ ആ മുറിയോ നാളെ മുതല് നമുക്ക് ഒരുമിച്ച് കുറച്ചു നേരം അടുക്കളയിൽ ജോലി ചെയ്യാം. മോനെ, ചടങ്ങ് നടക്കുക. എന്തൊക്കെ സംഭവിച്ചാലും സുധ അങ്ങനെ മാറി നിൽക്കില്ല. ഇനി ഏത് സമയവും മമ്മിയൊക്കെ ഇങ്ങോട്ട് വരും. എനിക്കെന്തോ പേടിയാവുന്നു ബാലു. ഈ അമ്മ എവിടെ പോയിരിക്കുക? മോനെ, വീണ്ടും ഇങ്ങോട്ട് വന്നതിന് എന്നെ വഴക്ക് പറയരുത്. സുധയ്ക്കെന്തോ പറ്റിയിട്ടുണ്ടോ മോനെ? ദേ, ബാലു, അമ്മ ഉടനെ വന്നോളൂ. എന്തെങ്കിലും ട്രാഫിക് ബ്ലോക്കിൽ പെട്ടതായിരിക്കും. പാവം, നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. അമ്മ തന്നെ ആയിരിക്കും.
ബാലു സുഖാണോ? സുഖം ആന്റി. വരൂ. വാ. വാ മമ്മി. ഇരിക്കങ്ങളെ. അച്ഛമ്മേ ഇരിക്കേ. ഇരിക്കല് മാത്രല്ല, വിശാലമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സാവകാശേ പോകുന്നുള്ളൂ. പോരെ? അതിനു മുമ്പ് ബാലു, കഴിഞ്ഞ 2 പ്രാവശ്യവും നിങ്ങൾ വീട്ടിൽ വന്നപ്പോ ബാലുവിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന വിധത്തില് ചില സംഭവങ്ങൾ നടന്നു. അതൊക്കെ ബാലു മറക്കണം. ആ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, അതൊക്കെ വിട്ടേക്കും. അതെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇന്നു മുതൽ ഒരു പുതിയ തുടക്കമാ. ഇന്ന് പോയില്ല. നീ എത്തിയോ? നീ ഇങ്ങി തന്നേ. നന്നായി പോകുന്നുണ്ട്. ആ ബാലു, സുധാമണി എവിടെ? സുധാമണിയെ വിളിക്ക്. അമ്മേ, അപർണേശ്വര വീട്ടിൽ നിന്ന് എല്ലാരും വന്നിട്ടുണ്ട്. അപ്പോ അവർക്ക് എത്തി. ഇനി എന്റെ സമയം വരാറായി. അയ്യോ എടാ, എന്തൊരു രുചിയാ. മോളെ, സുധാമണി എങ്ങോട്ടാ പോയത്? ആ ദേ അമ്മ വന്നു. ഞാനേ ഇതൊക്കെ കൂടെ വാങ്ങിച്ചിട്ടേ ഒരു ഓട്ടോ പിടിച്ചിട്ടാ വന്നേ. അത് വഴി കേടായി. അപർണയുടെ അമ്മ ക്ഷമിക്കണം, അച്ഛമ്മേ ക്ഷമിക്കണം. നിങ്ങളൊക്കെ വന്നപ്പോ ഞാൻ വീട്ടിലില്ലാതിരിക്ക അത് തീരെ ശരിയായ കാര്യമല്ല. ക്ഷമിക്കണം. കൊച്ചെ, ഒറ്റ അടി അങ്ങ് വെച്ചു തരൂ. സുധാമണി ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയല്ലേ സുധാമണി പുറത്തുപോയത്? ഞങ്ങളോട് ഇത്രയും സ്നേഹം കാണിക്കുന്ന ആള് ഞങ്ങളോട് വേണം ക്ഷമിക്കാൻ. ഉദ്ദേശിച്ചതില് നേരത്തെ വന്നതില്. സാഗർ ഞങ്ങൾക്ക് നല്ല 1-ാം തരം ജ്യൂസ് ഉണ്ടാക്കി തന്നു. അത് കുടിച്ചോണ്ടിരിക്കുക. ആണോ? സുധാമണി ഗണപതി ഭക്തയാണല്ലേ? അതെ അമ്മേ. മനസ്സിലെപ്പോ ഒരു ദുഃഖം വരുമ്പോ അപ്പൊ ഞാൻ ഭഗവാന്റെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കും. ആ നിമിഷം തന്നെ ആശ്വാസം കിട്ടും. ദേ, സുധാമണിക്ക് വേണ്ടിയിട്ടേ ഒരു ഗണപതി വിഗ്രഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ചടങ്ങിന് വരികയല്ലേ, അപ്പൊ ഒരു ദൈവത്തിന്റെ വിഗ്രഹം കൂടി കൊണ്ടുവരാമെന്ന് കരുതി. അമ്മയാ ഇത് വാങ്ങിയത്. എന്തായാലും അച്ഛമ്മ ഞെട്ടിച്ചു. ഇത് ഞങ്ങളായിട്ട് തന്നെ ഒരു മുറിയിൽ വെക്കാം.
അത് പിന്നെ എന്റെ ഭർത്താവാണ്. എന്ന് വെച്ചാ കൃഷ്ണമൂർത്തി മരിച്ചുപോയെന്നല്ലേ പറഞ്ഞിരുന്നത്? പപ്പ, ഞാൻ പറയാം, ഒക്കെ ഞാൻ പറയാം. വേണ്ട വേണ്ട വേണ്ട, നീ ഒന്നും പറയണ്ട. സുധാമണിയാ ഇതിന് ഉത്തരം പറയേണ്ടത്. താൻ പറ, താൻ യഥാർത്ഥത്തിൽ ആരാടോ? ഞങ്ങളുടെ മോളെ ഇങ്ങോട്ട് പറഞ്ഞയക്കുമ്പോ ഞങ്ങളോട് പറഞ്ഞ എന്താന്നറിയോ? താൻ ചത്തുപോയെന്നാ. അച്ഛമ്മ, ഞങ്ങളും അങ്ങനെയാ വിശ്വസിച്ചോണ്ടിരുന്നേ. ബാലു, വെറുതെ കള്ളമൊന്നും പറയണ്ട. നിങ്ങൾ ഞങ്ങളെയൊക്കെ പറ്റിക്കായിരുന്നല്ലേ? അയ്യോ യാമിനി, ഇവരെന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് യാമിനി. നമ്മുടെ കയ്യിൽ നിന്ന് മോളെ തട്ടിയെടുക്കാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് ഒളിച്ചു വെക്കുക. അയ്യോ അമ്മേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. സുധാമണിയെ വഴക്കു പറയരുത്. സുധാമണി പാവാ. ഇവരാരും എന്നെ കുറിച്ച് ഒന്നും അറിഞ്ഞിരുന്നില്ല. ഞാൻ ജയിലിലായിരുന്നു എന്ന കാര്യം ഉൾപ്പെടെ ഒന്നും അറിഞ്ഞിട്ടില്ല. കൃഷ്ണമൂർത്തി ജയിലിലായിരുന്നു. സുധാമണി, ഒരു ജയിൽ പുള്ളിയുടെ മോനെ കൊണ്ടാണോ എന്റെ മോളെ വിവാഹം കഴിപ്പിച്ചത്? ഞാൻ ചെയ്ത കുറ്റങ്ങൾക്ക് സുധാമണി എങ്ങനെ ഉത്തരവാദിയാകും? ഞാൻ കുറെ തെറ്റുകൾ ചെയ്തു. ജയിലിൽ വെച്ച് കുറെ പ്രശ്നങ്ങളും ഉണ്ടായി. അങ്ങനെയാ ഞാൻ മരിച്ചുപോയെന്നൊക്കെ ഇവര് വിശ്വസിച്ചത്. ഈശ്വരാ, അയ്യോ, ഞങ്ങൾ എന്തൊക്കെയാ ഈ കേൾക്കുന്നത്? യാമിനി, ഇപ്പൊ ഭർത്താവ് ജയിലിൽ കിടന്ന ആളാണെന്നും മരിച്ചെന്ന് പറഞ്ഞത് വെറുതെ ആണെന്നും പറഞ്ഞപ്പോ അത് കേട്ട് അപ്പുന്റെ വീട്ടുകാർ ചൂടായി. സ്വാഭാവികമായിട്ടും ആരായാലും ചൂടാവും. അത് കണ്ടപ്പോ സഹതാപം അണപൊട്ടി ഒഴുകി. പോട്ടമ്മേ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ പറയാതിരിക്കും മോളെ? ഒന്നാമത് മോളുടെ മമ്മിക്കും അച്ഛമ്മയ്ക്കും ഒരു വിഷമുണ്ട്. ഇപ്പോ അത് പൂർണ്ണായി. ഒന്നുമില്ലമ്മേ, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. മോളെ, മോളുടെ അച്ഛനെയോ അമ്മയോ ഒന്ന് വിളിച്ചു തരാമോ? ഞാൻ സംസാരിക്കാം. ഇനിയിപ്പോ ആരോടും സംസാരിക്കാനൊന്നും നിൽക്കണ്ട. നാളെ പിള്ള സാറ് പുതിയൊരു മുറി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടൊന്ന് മാറിയാ വലിയ ഉപകാരം. മോനെ, നീ ഇങ്ങനെ വെറുത്ത പോലെ പറയാതെ. വെറുത്തിട്ടൊന്നും അല്ല, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ശരി ബാലു, അമ്മേ, അച്ഛന് കാര്യം മനസ്സിലായി. അച്ഛൻ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. അറിയാതെ സംഭവിച്ചു പോയതല്ലേ. എന്തായാലും അച്ഛൻ പുതിയ റൂമിലേക്ക് മാറിയാ അച്ഛനും ഒരു ഫ്രീഡം കിട്ടുമല്ലോ. എന്റെ ഫ്രീഡം പ്രശ്നമല്ല മോളെ. ഹലോ ഹലോ അപർണ, തിരക്കിലാണോ? സാർ പറഞ്ഞോളൂ. അപർണ അത്യാവശ്യം ഓഫീസ് വരെ ഒന്ന് വരണം. ഇറ്റ്സ് ആൻ എമർജൻസി. ഇന്ന് വരണമെന്നോ? സാർ, ഞാൻ നേരത്തെ തന്നെ ലീവ് പറഞ്ഞിരുന്നാണല്ലോ. അതെ, പക്ഷെ ഒരു ക്ലയന്റ് വിളിച്ചിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ തന്നെ അവരുടെ റിപ്പോർട്ട് അയച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ എത്ര കോടിയുടെ ലോസാ നമ്മുടെ കമ്പനിക്ക് ഉണ്ടാകാൻ പോകുന്നെന്ന് അപർണയ്ക്ക് അറിയാലോ. അയ്യോ, ഞാൻ പറഞ്ഞിരുന്നാണല്ലോ. ഫാമിലിയിൽ ചില ആവശ്യങ്ങളുണ്ട്, അതിന്റെ കാര്യങ്ങൾ. ഐ നോ. പക്ഷെ അപർണ, ഒരു സിഇഒ നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഇത്തരം നിമിഷങ്ങളില്ല. ഫാമിലിയോടുള്ള ഉത്തരവാദിത്തം പോലെ തന്നെ പ്രധാനമല്ലേ കമ്പനിയോടുള്ള കമ്മിറ്റ്മെന്റ്. അപർണയ്ക്ക് വേണമെങ്കിൽ വരാതിരിക്കാം. ലീവ് സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞതാ. പക്ഷേ ആത്മാർത്ഥതയുള്ള സിഇഒ എന്ന നിലയ്ക്ക് അപർണ ഓഫീസിൽ വരികയാണ് വേണ്ടത്. ഓക്കെ സാർ, ഞാൻ വരാം. ദാറ്റ്സ് ഗ്രേറ്റ്. ഇതിനെയാണ് തിരിച്ചറിവെന്ന് പറയുന്നത്. പെട്ടെന്ന് വരൂ, എത്രയും പെട്ടെന്ന്. ക്ലയന്റ് ഈസ് വെയിറ്റിംഗ്. ഓക്കെ സാർ, ഞാൻ വന്നിരിക്കും. ഇന്ന് മാത്രമല്ല, ഇനി എപ്പോഴൊക്കെ നിനക്കൊരു പ്രശ്നമുണ്ടാകുന്നോ
അവിടെയൊക്കെ ഞാൻ ഇടപെടും. നീ എതിർത്താലും ഞാൻ ഇടപെടും. ഞാൻ ജീവിതത്തിൽ കുറെ തെറ്റുകൾ ചെയ്തു, അതിനുള്ള ശിക്ഷയും കിട്ടി. മരിക്കുന്നതിന് മുൻപ് കുറെ ശരികൾ ചെയ്തു തുടങ്ങണം. നിന്നെ സപ്പോർട്ട് ചെയ്തു നിൽക്കുക, നിനക്ക് വേണ്ടി ജീവിക്കുക, അതാണ് എന്റെ പ്രധാന ശരികളിൽ ഒന്ന്. നീ എതിർത്താലും ശരി, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. നിനക്ക് വേണ്ടി നിഴല് പോലെ ഉണ്ട്.